ഹലോ ഹായ് നമസ്കാരം. നാളെ എന്താണ് പരിപാടി? ഇലക്ഷനില്ലേ, വോട്ട് ചെയ്യാൻ പോകണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അഥവാ നിങ്ങളുടെ മറുപടി നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് എന്താവാനാണ്? ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്നു. അതിൽ ഞാനൊരാൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടോ വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. മാത്രമല്ല, ആര് ഭരിച്ചു കഴിഞ്ഞാൽ ഈ നാട് ഇങ്ങനെയൊക്കെ പോവുള്ളൂ. ഞാൻ പണിക്ക് പോയി അധ്വാനിച്ചുണ്ടാക്കിയാൽ എൻ്റെ കുടുംബത്തിന് കൊള്ളാം. ആര് വന്നു കഴിഞ്ഞാലും അഴിമതിയും പ്രശ്നങ്ങളും എല്ലാം അല്ലേ നമ്മൾ കേൾക്കുന്നത്. മാത്രമല്ല, ഒരു ദിവസം നമുക്ക് അവധിയൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിന് വേറെ രീതിയിൽ ഉപയോഗിക്കണം. അല്ലാതെ ഈ പൊരി വെയിലത്ത് ചൂടത്ത് അവിടെ പോയി നിന്ന് കഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ട് എന്ത് മാറാൻ വേണ്ടിയിട്ടാണ്? ഈ നാട് ഇങ്ങനെ പോവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാനും നിങ്ങളെപ്പോലെ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്ന കുറ്റസമ്മതം നടത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചേർക്കുന്നുണ്ട്. ഞാനത് ടൈം സ്റ്റാമ്പ് ചെയ്യാം. സോ, വോട്ട് ചെയ്യാൻ പോവാതെ വോട്ട് ചെയ്യുന്ന പ്രക്രിയയെ കുറ്റം പറഞ്ഞിരിക്കുന്ന, മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാൻ നിങ്ങളോട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. നമ്മളിവിടെ 5 വർഷം കൂടുമ്പോൾ എലക്ഷൻ നടത്തി ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവർ നമുക്ക് വേണ്ടി ഭരണകർത്തവ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഒരു മുതലാളിയോ ഉടമസ്ഥനെയോ ഒന്നുമല്ല സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുക, ബഡ്ജറ്റ് രൂപീകരിക്കുക, ടാക്സ് സിസ്റ്റം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക, എഡ്യൂക്കേഷൻ എങ്ങനെ, ആ സിസ്റ്റം തന്നെ എങ്ങനെ മാറണമെന്ന് തീരുമാനിക്കുക, തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരിക, ഈ ഹെൽത്ത് രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക, കാർഷിക രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് ഉത്തരവാദിത്തങ്ങൾ ബാക്കി എല്ലാ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി. അതായത് അവർ നമ്മളെപ്പോലെ ഈ നാട്ടിൽ ജീവിക്കേണ്ട ആളുകളാണ്, നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ. പക്ഷേ അവരിത്തരം ഒരുപാട് മേഖലകളുടെ ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് ഏറ്റെടുത്തിട്ട് നമ്മളെ സേവിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. അതിലാരാണ് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആളെന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ്. അതിനു വേണ്ടിയിട്ട് അവർ ഇലക്ഷന് മുമ്പ് നമുക്കൊരു പ്രകടന പത്രിക കൊണ്ടുതരും, ഇലക്ഷൻ മാനിഫെസ്റ്റോ. അതിനകത്ത് അവർ കുറേ വാഗ്ദാനങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഈ ഭൂമി ഞങ്ങൾ തേനും പാലും ഒഴുക്കും എന്നൊക്കെ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്നുണ്ടാകും അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണോ? നമ്മൾ ഒരു IT സെക്ടറിൽ ഒരു വലിയ ജോലി പ്ലേസ്മെൻറ്റിന് നമ്മൾ എത്രത്തോളം റെഡിയാണ്? വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എത്രത്തോളം എക്യുപ്ഡ് ആണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു ടെലി കോൺഫറൻസിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഷൈൻ ചെയ്യാൻ പഠിപ്പിക്കലല്ല വിദ്യാഭ്യാസം. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോൾ അവിടെ നല്ലൊരു പെർഫോമറായിട്ട് മാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നവരുണ്ടാവും, പറ്റാത്തവരുണ്ടാവും. ഒരു പക്ഷേ പറ്റാത്തവരായിരിക്കും കൂടുതൽ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാര്യമായ ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതല്ലേ? ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളടക്കം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ, നിങ്ങളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ, ഇതൊന്നും വലിയ ചിലവില്ലാതെ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളതുണ്ടാവില്ലേ? ഞാൻ വീണ്ടും പറയുന്ന, ഒരു 10-15 കൊല്ലം മുമ്പുള്ള നമ്മുടെ ആശുപത്രികളല്ല ഇന്നത്തെ ആശുപത്രികൾ. സർക്കാർ സ്കൂളുകളുടെ കാര്യം എടുത്ത് നോക്കൂ. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഹൈദരാബാദിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകള് അവിടുത്തെ ഒരു വലിയ സ്കൂളിൽ പഠിക്കുകയാണ്. വർഷാവർഷം 4-4.5 ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ വിടാൻ പറ്റില്ല. കാരണം അവിടുത്തെ സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. കുട്ടികളുടെ സേഫ്റ്റി ഉറപ്പിക്കാൻ പറ്റുന്നില്ല, യാതൊരു സൗകര്യങ്ങളും ഇല്ല. അതേസമയം ഇത്രയും പൈസ നമ്മൾ കൊടുത്താൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. കുട്ടി സേഫാവും, അവളുടെ ഫ്യൂച്ചർ സേഫാവും. കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചാൽ കിട്ടുന്ന അതേ ഫെസിലിറ്റീസൊക്കെയാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ അവിടെ ഇത്രയും കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് മുന്നിലാണ്. പക്ഷേ ഇത് മതിയോ? ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണ്ടേ? ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ ഒരു പ്രൈവറ്റ് കമ്പനികളുടെയൊക്കെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു റെസ്പെക്റ്റ് കിട്ടണ്ടേ? നമ്മുടെ അടുത്ത് ചില മാനേജർമാർ പെരുമാറുന്നുണ്ട്, നമ്മൾ ഏതാണ്ട് അടിമയാണെന്ന് തോന്നില്ലേ? അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അവരർഹിക്കുന്ന ബഹുമാനം ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരണ്ടേ? അല്ലെങ്കിൽ ഉള്ള നിയമങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പ്രാവർത്തികമാക്കണ്ടേ? നിങ്ങൾ പഴവും പച്ചക്കറിയും വാങ്ങാൻ പോയിട്ടില്ലേ? പെട്രോൾ അടിക്കാൻ പോയിട്ടില്ലേ? നിങ്ങൾക്ക് വിലക്കയറ്റത്തിനെ കുറിച്ച് ഒന്നും തോന്നിയിട്ടില്ലേ? 2026 നമ്മൾ ജീവിക്കുന്നത്. ഒരു കമ്പനിയിൽ സ്റ്റാർട്ടിങ് ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് 7,000 8,000 ആയിരിക്കും, 12,000 15,000 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടില്ല. ആ പൈസ വെച്ച് ബിഗിനറായിട്ട് പോലും നമുക്ക് എവിടെയെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എനിക്കിത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, കുറച്ചും കൂടി അവസരങ്ങൾ വേണം എന്നൊക്കെ തോന്നിയില്ലേ? ഇങ്ങനെ നമുക്കൊരു 100,000 കൺസേൺ ഉണ്ടാവേ, പക്ഷേ നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യില്ല. ഈ പറഞ്ഞ കൺസേൺ ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ മുന്നണികളും മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രകടന പത്രികകളൊക്കെ വായിച്ചു നോക്കണം. അതിൽ നമ്മുടെ മേഖല ഏതാണോ ആ മേഖലയിലെങ്കിലും
അതിലൊരു അല്പമെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവരെന്തെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ആ മേഖലയെക്കുറിച്ച് ഒന്നും തന്നെ ഒരു പ്രകടന പത്രികയിൽ കണ്ടില്ല എന്ന് വരും. ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അപ്രായോഗികമായിട്ട് നമുക്ക് തോന്നും, അതായത് ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമായിട്ട് തോന്നും. ചിലപ്പോൾ ഇതൊന്നും പോരാൻ തോന്നും. അപ്പം നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ആവശ്യങ്ങളോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന, അതിൽ കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന, മുൻപ് എങ്ങനെയായിരുന്നു ഇവരുടെയൊക്കെ ഭരണം അല്ലെങ്കിൽ ഇവർ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, ഈ മുന്നണികളായിട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഓരോ മുന്നണിയിലും പെട്ടിട്ടുള്ള ആളുകൾ മറ്റ് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നൊക്കെയുള്ളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ ആൾക്കാർക്കും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ടി നമ്മുടെ കൺസേൺസ് പരിഹരിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുക, അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെയാണോ നമുക്ക് വേണ്ടത് അത് അവർ നടപ്പാക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് കൂടെ നിൽക്കാം. അവരത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. നമ്മൾ വോട്ട് ചെയ്യുന്നത് ഒരിക്കലും പാഴായി പോകുന്നില്ല. കാരണം ഈ വിജയിച്ച ആളും പരാജയപ്പെട്ട ആളും തമ്മിലുള്ള ഒരു വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എത്ര സീറ്റുകൾക്കാണ് ഒരു മുന്നണി ഭരിക്കുന്നതെന്നുണ്ടാവുമല്ലോ. അതിൽ തന്നെ ജനങ്ങളുടെ ഒരു ഇമോഷൻ എന്താണെന്നുള്ളത് വ്യക്തമാവും. ഒരു സീറ്റിന് 2 സീറ്റിന് ഒരു മുന്നണി മുന്നിട്ട് നിൽക്കുമ്പോൾ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അവരുടെ വോട്ടിംഗ് ശതമാനം കുറയുന്നു. ഇതൊക്കെ ജനങ്ങൾ ആ മുന്നണിയോട്, ആ പെർട്ടിക്കുലർ മുന്നണിയോട് അവരുടെ അഭിപ്രായം പറയുന്നത് പോലെയാണ്. നമ്മൾ കുറച്ച് ആൾക്കാർ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം, ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഒരു വലിയ പെർസെൻറ്റേജ് ഓഫ് വോട്ടർമാർ, അത്രയും ആൾക്കാർ അഭിപ്രായം രേഖപ്പെടുത്താതെ പോവുകയാണ്. കാര്യം നമുക്കൊരു അവധി ദിവസമൊക്കെ കിട്ടുകയാണ്, വേണേൽ വീട്ടിൽ ഇരിക്കാം, നല്ല വെയിലും ചൂടും ഒക്കെയാണ്, ഒരു കുപ്പി തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ കരുതുക, ഒരു കുട എടുക്കുക, ഒരല്പം ചൂട് കൊണ്ടിട്ടാണെങ്കിലും ആ പോളിംഗ് ബൂത്തിൽ പോവുക, വോട്ട് രേഖപ്പെടുത്തുക. രാവിലെ പോയി കഴിഞ്ഞാൽ ചൂട് കുറവായിരിക്കും, അല്ലെങ്കിൽ വെയിൽ ആറിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അങ്ങനെ പോയി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന നയങ്ങൾ അത് നടപ്പിലാവുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചാൽ അത് മനസ്സിലാക്കാൻ കെൽപ്പുള്ള ഒരാളെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ മുന്നിൽ വെക്കാനെങ്കിലും പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ അറിയോ, ആൾക്കാരിങ്ങനെ ഇലക്ഷൻ്റെ കാര്യം വരുമ്പോൾ പറയും നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ആര് വന്നാലും നമ്മൾ ജോലി എടുത്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. യെസ്, ആര് വന്നാലും നമ്മൾ ജോലി എടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ജോലി എടുക്കാതെ നിങ്ങളുടെ എല്ലാ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ആരെങ്കിലും നിങ്ങളോട് ഇലക്ഷന് മുമ്പ് പറയുന്നുണ്ടെങ്കിൽ അവരാ കാണിക്കുന്നത് തട്ടിപ്പാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തോ തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുകയാണ്. അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ നിലവിലെ സാമ്പത്തിക വ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും, നമ്മൾ എടുക്കുന്ന പണിക്ക് എത്ര തുക, എത്ര ശമ്പളം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മേഖലയിൽ നമ്മുടെ അവകാശങ്ങൾ എത്രത്തോളം ഉറപ്പിക്കാൻ പറ്റും, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യ സുരക്ഷ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും, നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും. നമ്മൾ പണിയെടുത്തിട്ടാണ് നമ്മൾ കുടുംബം നോക്കുന്നതെന്ന് പറയും. കുടുംബത്തിൽ പിള്ളേരുണ്ടാവില്ല, ഇവരെ വളർത്താനും കൂടി വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത്. ഈ പിള്ളേർ വളർന്ന് വലുതായി ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് ജോലി എടുക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്ന അതേ ജോലിയും അതേ സാലറിയും ഒക്കെ തന്നെയാണോ വേണ്ടത്? അതിലും മികച്ച സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണ്ടേ, അതിലും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടാവണ്ടേ, അതിലും മികച്ച വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടാവണ്ടേ. നമ്മുടെ മാനേജർ ചീത്ത വിളിച്ചു, പക്ഷേ നമ്മുടെ പിള്ളേർ അവരാ ചീത്ത കേൾക്കേണ്ട ആളുകളല്ല, അല്ലെങ്കിൽ അവർ സ്വന്തമായി ബിസിനസ് ചെയ്യേണ്ട ആളാണ്. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവുമോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ. ഞാൻ പണിയെടുത്താലേ എൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂ, പക്ഷേ ഞാൻ പണിയെടുക്കുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഗവൺമെൻറ് പിടിക്കുമെന്നും അത് എത്ര പെർസെൻറ്റേജ് ആയിട്ട് എനിക്ക് തിരിച്ചു കിട്ടും, എൻ്റെ സൗകര്യങ്ങളായിട്ട് തിരിച്ചു വരുമെന്നും ഞാൻ ചിന്തിക്കണ്ടേ. ഈ ലോകത്തെ പൊളിറ്റിക്സും നാട്ടിലെ പൊളിറ്റിക്സും ഒക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ, ഗ്യാസ് കിട്ടാണ്ടായപ്പോൾ കുറേ ആളുകൾ കഷ്ടപ്പെട്ടില്ലേ. കഴിഞ്ഞ ദിവസമാണ് ഈ ഗ്യാസിൻ്റെ ക്ഷാമം വന്നിട്ട് കേരളത്തിൽ ഒരു ഹോട്ടൽ ഉടമ ബിസിനസ് തകർന്ന് ആത്മഹത്യ ചെയ്തു. അതൊരു ചില്ലറ കാര്യമാണോ? യുദ്ധം നടക്കുന്ന ഇറാനിലല്ലേ. നമുക്കിവിടെ ഗ്യാസിൻ്റെ സപ്ലൈക്ക് ബുദ്ധിമുട്ട് വന്നോ? എത്ര ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഹോട്ടൽ മേഖല. അടപ്പൂരിപ്പോയില്ലേ. ഞാൻ തിരുവനന്തപുരത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം, എവിടെ ചെന്നാലും ചായക്കട ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ചായക്കട ഇല്ല. നമ്മളെല്ലാവരും പേയ്മെൻറ്റ് UPI ആക്കുകയും ചെയ്തു. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ അടുപ്പ് കൂട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചായ സെറ്റപ്പുകളുണ്ട്, അപ്പൂപ്പന്മാരൊക്കെയാണ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ UPI ഇല്ല, നമ്മൾ കാശ് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇവിടുന്ന കാശ്. ഒരു ചായ കുടിക്കാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും ആകെ മൊത്തത്തിൽ വട്ടായിപ്പോയി. അവിടെ യുദ്ധം വന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഇത്തരം സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ഇവിടുത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ നേരത്തെ സംഭരണം നടത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സപ്ലൈ ചെയിൻ മറ്റൊരു മാർഗ്ഗമൊക്കെ, ബദൽ മാർഗ്ഗമൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത്, അതിനുവേണ്ടി ജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന് പറയുന്നത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഈ പണിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന നമ്മളായിരിക്കണം. എനിക്കെന്ത് കിട്ടാൻ എന്ന് ചോദിച്ചാൽ, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടാൻ ഒരു ഭരണാധികാരി വന്നാൽ കാരണമാവും, അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നാൽ കാരണമാവും എന്നുള്ളത് പല തവണ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് എന്തൊക്കെയാണ് കിട്ടാതിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ആര് വന്നാലും എല്ലാം ഒരുപോലെയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളവും കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളും എടുത്തു വെച്ച് നോക്കണം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എടുത്തു വെച്ച് നോക്കൂ. നമ്മൾ എത്രത്തോളം മുന്നിലാണ്, എത്രത്തോളം പിന്നിലാണ് എന്ന് സ്വയം ചിന്തിച്ച് നോക്കൂ. ആര് വന്നാലും എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപോലെ ആയിരിക്കും എല്ലാ സ്ഥലങ്ങളിലും.
അങ്ങനെയാണെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. ആര് വന്നാലും ആരോഗ്യ മേഖല ഒരുപോലെ ആയിരിക്കുമോ? സംഭവം ഇതിനെല്ലാം നെഗ്ലക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ചുമ്മാ വോട്ട് ചെയ്യട്ടെ വച്ചാലേ, ഫോണൊക്കെ നോക്കിയിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുക, അങ്ങോട്ടിങ്ങോട്ടൊക്കെ പോവുക, കറക്കി കിടക്കുക, നല്ല രസമാണ്. പക്ഷെ നിന്റെ കോഴ്സ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ ജോലി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ, ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്ന് നിൽക്കുമ്പോൾ, വിദേശത്തൊന്ന് പോകണമെന്ന് ആലോചിക്കുമ്പോൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലും ബാക്കിയുള്ളവരുടെ ലൈഫ് സ്റ്റൈലായിട്ട് എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടി വരുമ്പോൾ, ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം ഉണ്ടാകുമ്പോൾ, ഇതുപോലൊരു മാർച്ച് ഏപ്രിൽ സമയത്ത് പവർ കട്ട് ഉണ്ടാകുമ്പോൾ, എൻ്റെ പൊന്നു മച്ചാരെ, ദാറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ വോട്ടുമാണ് നാളെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നും, ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ എങ്ങനെ ജീവിക്കുന്നു എന്നും തീരുമാനിക്കുന്നത്. കേരളത്തിൽ ചാരായം നിർത്തലാക്കിയത് ചെറിയ മാറ്റങ്ങളൊന്നുമല്ല കൊണ്ടുവന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ നയം ഓരോ തവണയും മാറ്റം വരുത്തിയപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വലിയ വലിയ മാറ്റങ്ങളാണ്. ഒരു റോഡ് വന്ന ഒരു നാട് മാറും. പക്ഷേ ആ റോഡ് വരണമെങ്കിൽ, ആ റോഡ് വരേണ്ട ആവശ്യകത ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും, ജനങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഒരു ജനപ്രതിനിധിയുടെ ആവശ്യമുണ്ട്. അത് തൊട്ടടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിയമസഭയിലോ ഒക്കെ അവതരിപ്പിച്ച് അത് നടപ്പിലാക്കി അതിൻ്റെ ടെൻഡറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ആ റോഡ് യാഥാർത്ഥ്യമാക്കി അവിടെ പുതിയ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു ജംഗ്ഷനെ, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയ ജംഗ്ഷനെ ചിലപ്പോൾ നാളെ ഒരു ടൗൺഷിപ്പ് പോലും ആക്കി മാറ്റിയെടുക്കാൻ ഒരു നല്ല സ്ഥാനാർത്ഥിക്ക് പറ്റും, ഒരു നല്ല ഭരണാധികാരിക്ക് പറ്റും. അതൊന്നും ചെയ്യാതെ ബാക്കിയുള്ള ദിവസമൊക്കെ പണിക്ക് പോകണം, അല്ലെ പഠിക്കാൻ പോകണം, ഇന്നത്തെ ദിവസം ഫ്രീ ആണല്ലോ, വീട്ടിലിരിക്കാം എന്ന് വിചാരിച്ചാൽ നാളെയും മറ്റന്നാളും ഒക്കെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇരിക്കേണ്ടി വരും. ജസ്റ്റ് ഗോ ആൻഡ് വോട്ട്. ചുമ്മാ വോട്ട് ചെയ്യുന്നേ. ഇനി വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വോട്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം കുറേ ആളുകൾക്ക് താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മയ്ക്ക് അവർ പല കാരണങ്ങളും പറയും. പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം? ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ന്യായം ഇതാണ്: നമുക്ക് എന്ത് കിട്ടാനാണ്? അത് വളരെ റാഷണൽ ആയിട്ടുള്ളൊരു ചിന്ത എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതായത് ഞാനൊരു എഫേർട്ട് ഇടുകയാണ്, വോട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അവിടെ ചെല്ലണം, വോട്ട് ചെയ്യണം, അതൊരു ജോലിയാണ്. ആ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? ഇതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ചിലപ്പോൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരിക്കും, ഒരു കട നടത്തുകയായിരിക്കും. അപ്പോൾ എൻ്റെ കട ഞാൻ തുറന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഇത്രയും നഷ്ടമാണ്. അപ്പോൾ ഈ നഷ്ടം സഹിച്ചിട്ട് ഇത്രയും കോസ്റ്റ് എനിക്കുണ്ട്, എനിക്കിതിൽ നിന്ന് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? ഇത് വളരെ സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും ആലോചിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ വെയ് ചെയ്ത് നോക്കുമ്പോൾ, ഞാനൊരാൾ വോട്ട് ചെയ്തില്ലെങ്കിലും പരിപാടിയൊക്കെ നടന്നു പോയിക്കോളൂ, ആരെങ്കിലുമൊക്കെ വന്നോളും, പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും എന്നങ്ങ് ചിന്തിക്കുമ്പോൾ ഈ ബെനിഫിറ്റ് പോരാ, ഈ കോസ്റ്റ് ഇടാനുള്ള ബെനിഫിറ്റ്. അപ്പോൾ അതിന് ശരിക്കും ലോകം മുഴുവൻ കുറേ പരിപാടികൾ നടന്നിട്ടുണ്ട്. അതായത് ആളുകൾ വോട്ട് ചെയ്യാൻ വരാത്തതിൻ്റെ കാരണം അന്വേഷിച്ച് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പല പരിപാടികളും നടന്നിട്ടുണ്ട്. വിദേശത്ത് 1-2 രാജ്യങ്ങളിൽ ഫെസ്റ്റിവൽസ് നടത്തിയിട്ടുണ്ട്. അതായത് ഈ പോളിംഗ് ബൂത്തിനോടൊക്കെ ചേർന്നിട്ട് ആളുകൾ പുറത്തിറങ്ങി വോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് മദ്യവും അതുപോലെ പാർട്ടിയും പരിപാടിയും പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫെസ്റ്റിവൽസ് വരെ സംഘടിപ്പിച്ച ചരിത്രമുണ്ട്. പക്ഷേ അപ്പോഴും വോട്ടിംഗ് ശതമാനം ഉയർത്താൻ പറ്റിയിട്ടില്ല. അതായത് വീട്ടിൽ ഇരിക്കുന്ന, വോട്ട് ചെയ്യാൻ ഇറങ്ങാതിരിക്കുന്ന ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പല സ്റ്റഡീസ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് നമ്മളും ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും പഠിപ്പിച്ചു തരും. ചില കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കും. ചില കാര്യങ്ങൾ സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ പഠിക്കും. അങ്ങനെ ചില സോഷ്യൽ നോംസ് ഉണ്ട്. ഇപ്പോൾ മറ്റൊരാളോട് മര്യാദയ്ക്ക് പെരുമാറാം. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മര്യാദയാണ്. പക്ഷേ ആ മര്യാദ എന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ട് ആവശ്യമുള്ള, നമ്മുടെ കൺട്രോൾ ആവശ്യമുള്ള, അതായത് അതിനൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് നമ്മൾ എടുത്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന മര്യാദയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, ഒരു നല്ല മനുഷ്യൻ എന്നുള്ള പേര് കേൾക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ, അതായത് നമ്മൾ പണ്ട് ഗുഹാ മനുഷ്യന്മാരൊക്കെ ആയിരുന്നല്ലോ, ആക്രമിക്കുക, വേട്ടയാടുക, തിന്നുക, മറ്റു കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ജീവികളായിരുന്നല്ലോ. അവിടെ നമ്മൾ ഈ സോഷ്യൽ നോംസ് ഒക്കെ പാലിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് സോഷ്യലി കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിലാണ്. 18 വയസ്സാകുമ്പോഴേക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും പാസ്പോർട്ട് എടുക്കുന്നതും ഒക്കെ ആളുകൾ ചെയ്യുന്നത് ബാക്കി എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടും സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അവിടെയും ഈ പറയുന്ന കോസ്റ്റ് ഉണ്ട്, അതായത് എഫേർട്ട് ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഈ സോഷ്യൽ അക്സെപ്റ്റൻസും പിന്നെ ഈ രേഖകളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യം. അങ്ങനെ ഒരു ബെനിഫിറ്റാണ് അവിടെ ഉള്ളത്. വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഫേർട്ട് ഇടാനുള്ള പ്രഷർ നമുക്കില്ല. അതായത് വീട്ടിൽ നിന്ന് വീട്ടുകാർ വോട്ടിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചെറുതിലേ പറയുക, അവർ വോട്ട് ചെയ്യാൻ പോയിട്ട് അത് തിരിച്ചു വന്നൊരു വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കുക, നീയും വോട്ട് ചെയ്യേണ്ടതാണെന്ന് കുഞ്ഞുങ്ങളെ കുട്ടിക്കാലം മുതലേ പറഞ്ഞ് പഠിപ്പിക്കുക. പക്ഷേ അതൊക്കെ വളരെ കുറച്ചാണ് സംഭവിക്കാറുള്ളത്. സ്കൂളുകളിലൊക്കെ പലപ്പോഴും ടീച്ചേഴ്സ് പറയാറുണ്ട്, പക്ഷേ പല കാര്യങ്ങളും ടീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ. പ്രത്യേകിച്ച് ഈ കാര്യമൊക്കെ വരുമ്പോഴേക്കും പിള്ളേർ അത് ശ്രദ്ധിക്കില്ല. കൂട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ സമപ്രായക്കാരോ ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഇടയിൽ, പിയർ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഇടയിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര
കാര്യമായിട്ട് അവതരിപ്പിക്കുക കൂടിയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നുള്ളൂ. അതായത് വോട്ട് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു തോന്നലാണ്. ആ തോന്നൽ വരുത്താനുള്ളൊരു പ്രഷർ നമ്മൾ കുട്ടിക്കാലം മുതലേ, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സെൻസിലാണ്, ആ ഒരു പ്രഷർ നമ്മൾ കുട്ടിക്കാലം മുതലേ കൊടുക്കണം. പിയർ ഗ്രൂപ്പിലുള്ള ആളുകളോട് നമ്മൾ പറയണം, വോട്ട് ചെയ്തിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് തരുന്നതാണ് എന്ന് ആളുകൾക്ക് തോന്നണം. അതായത് ഉത്തമ, നിങ്ങൾ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വോട്ടവകാശം രേഖപ്പെടുത്തി എന്ന് പറയുന്നതിൻ്റെ എല്ലാ അഭിമാനത്തോടും കൂടി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അങ്ങോട്ട് ഇടുക. നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നമുക്കറിയാവുന്ന, നമ്മൾ സംസാരിച്ചാൽ കേൾക്കുന്ന ആളുകളോട് അത് പറയുക. നമ്മുടെ യങ് ജനറേഷനോട്, നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള ആളുകളോട് വോട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഒരു ദിവസം അങ്ങനെ കിടക്കുകയല്ലേ, വോട്ട് ചെയ്താൽ എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ നാട്ടിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്യാപകരാണെങ്കിൽ സ്കൂളിലെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൊരു സോഷ്യൽ അക്സെപ്റ്റൻസിൻ്റെ എലമെൻറ്റ് കൂടി ഉണ്ട് എന്ന് തോന്നിപ്പിച്ച് കഴിയുമ്പോൾ ഈ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇലക്ഷൻ്റെയും വോട്ടിങ്ങിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ചും കൂടി അവരുടെ ഉള്ളിൽ കയറും. ചിലപ്പോൾ നിങ്ങൾ നാളെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാൻ പോകുന്ന ഒരു പോസ്റ്റ് കണ്ടിട്ടായിരിക്കും അടുത്തൊരാൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവുക. സോ നമുക്ക് ഒരുമിച്ച് ഈ അവെയർനെസ്സും ഈ പോസിറ്റീവ് സെൻസിലുള്ള പ്രഷറും ക്രിയേറ്റ് ചെയ്യാം. വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാവരും ചെയ്യേണ്ട കാര്യം. അത് ചെയ്യാതിരിക്കുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നൊരു സാധനം കൊടുക്കണം. അല്ലാതെ നമ്മൾ സ്കൂളിലും കോളേജിലും വെറുതെ ബോധവൽക്കരണം മാത്രം കൊടുത്ത് ജനാധിപത്യ വ്യവസ്ഥതയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്താലൊന്നും ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഈ ജനിച്ച സമയം മുതൽ തന്നെ ഒരുപാട് രാഷ്ട്രീയമൊക്കെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് വേറെ ആരെങ്കിലും തീരുമാനിച്ചാൽ പോലും കുഴപ്പമില്ലാത്ത ആളുകൾ വളരെ പെട്ടെന്ന് വരും. ഇതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പലപ്പോഴും വൈകുക. എൻ്റെ ജാതിയും മതവും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പാർട്ടിയും ഒക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവർ പെട്ടെന്ന് വരും. ബെനിഫിറ്റ് നോക്കുന്നവരെ നമ്മൾ പോളിംഗ് ബൂത്തിൽ എത്തിക്കണമെങ്കിൽ അവർക്ക് നമ്മളൊരു പ്രഷർ കൂടി കൊടുക്കണം. അപ്പോഴാണ് ആ ബെനിഫിറ്റ് ശരിക്കും മനസ്സിലാവുക. വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് പ്രേരിപ്പിക്കണ്ട കേട്ടോ, വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക. പ്രകടന പത്രികകൾ വായിച്ചു നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.